നമസ്കാരം. ഇന്ന് നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാർ ഒരു മാസം പിന്നിടുകയാണ്. ഞാനടക്കമുള്ള ജനങ്ങൾ ഭരണത്തെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. വലിയ തോതിൽ അദ്ദേഹം നിരാശപ്പെടുത്തിയിട്ടില്ല. ഇതിനകം ഒരു ബന്ധുത്വ നിയമനത്തിനെതിരെ ഒരു വിമർശനമുണ്ടായി. അതോടനെ തന്നെ ആ വ്യക്തിയെ കൊണ്ട് രാജിവെപ്പിച്ചു. വീണ്ടും ഒരു വിമർശനം ഉണ്ടായി. ആ ഉദ്യോഗസ്ഥരെയും രാജിവെപ്പിച്ചു. ജനങ്ങളെ ഒരു പരിധിവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം വളരെയധികം ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതും കഴിഞ്ഞു. ഇപ്പോൾ വി ഡി സതീശൻ്റെ പ്രഥമ ബജറ്റ് അവതരണം ഉണ്ടായി കഴിഞ്ഞ ദിവസം. ലളിതമായ സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു ബജറ്റാണ്. വലിയ കുഴപ്പമുള്ളൊരു ബജറ്റായിട്ട് തോന്നിയില്ല. വി ഡി സതീശൻ നന്നായി പഠിച്ച് വളരെ നന്നായി തന്നെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും. അതിൽ ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ വലിയ പ്രത്യാശ കാണുന്നുണ്ട് ഞാനൊക്കെ. ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമാണല്ലോ ഈ മെഡിസപ്പും ഇൻഷുറൻസും ഒക്കെ ഉള്ളൂ, വലിയ പെൻഷനുമൊക്കെ. അപ്പോൾ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു കുടുംബത്തിന് 25 ലക്ഷം എന്ന രീതിയിലുള്ളൊരു ആരോഗ്യ ഇൻഷുറൻസ് അത് വലിയ പ്രത്യാശ നൽകുന്നതാണ്, വലിയ കാര്യം തന്നെയാണ്. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് തന്നെ 10 കോടി വകവെച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. പ്രിയദർശിനി ബസ് സ്ത്രീകളുടെ സൗജന്യ യാത്ര സുഗമമാക്കാൻ വേണ്ടി 10 ലക്ഷമല്ല 10 കോടി, ഇതിനും 10 കോടി വക വെച്ചിട്ടുണ്ട്. അതിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കുകയും അത് വിജയിപ്പിക്കാനുള്ള ഉപദേശം മന്ത്രിമാർക്ക് കൊടുക്കട്ടെ, സർക്കാരിന് കൊടുക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. അതൊക്കെ സന്തോഷം. പക്ഷേ ഈയിടെ അന്തരിച്ച നടൻ സലീം കുമാറിന് സ്മാരകം പണിയാനായി 1 കോടി അദ്ദേഹം വകവെച്ചിട്ടുണ്ട്. സലീം കുമാർ ദേശീയ അവാർഡ് ജേതാവാണ്, സാമാന്യം നല്ല നടനാണ്. അതൊക്കെ സമ്മതിച്ചു. അദ്ദേഹത്തിനൊരു സ്മാരകം പണിയണോ വേണ്ടയോ എന്നാണ് നമ്മളുടെ ഒരു ചോദ്യം. കാരണം അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രതിഭാധനരായ അഭിനേതാക്കൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, മൺമറഞ്ഞു പോയിട്ടുണ്ട്. KPSC ലളിതയുണ്ട്, കൊടിയേറ്റം ഗോപിയുണ്ട്, ഭരത് ഗോപിയുണ്ട്. അതുപോലെ ഈയിടെ അന്തരിച്ച ഒരുപിടി ആൾക്കാർ, സുകുമാരി, മീന, സിനിമയുടെ ചരിത്രത്തോടൊപ്പം നടന്നു നീങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊന്നും പണിയാത്ത സ്മാരകം സലീം കുമാറിന് പണിയണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ഇത് സലീം കുമാറിനെയോ വി ഡി സതീശനെയോ താഴ്ത്തിക്കെട്ടാനല്ല. അങ്ങനെയാണെങ്കിൽ കുറേ നടന്മാരും നടിമാരും ഉണ്ടെന്നേ, അവർക്കൊക്കെ നമ്മൾ സ്മാരകം പണിയുക എന്ന് അതൊരു സ്മാരകം പണിതിട്ട് അവിടെ പൂച്ചയും പട്ടിയും വിശ്രമിക്കുന്നൊരിടമായി മാറുക എന്നതൊക്കെയാണ് ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ അത്രയ്ക്കധികം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നൊരു സമയമാണ്. അപ്പോൾ ആ 1 കോടി ഒന്നുകിൽ ആ 1 കോടി കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ട കലാകാരന്മാർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക, അതൊക്കെയാണ് വേണ്ടത്. അല്ലാതെ ഒരു സ്മാരകം പണിതിട്ട് ഒരു ഡെഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണോ എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. എത്ര ഒരുപാട് സംഭാവനകൾ നടത്തിയിട്ടില്ല ആൾക്കാരുണ്ട്, വലിയ ആൾക്കാരുണ്ട്, അവർക്കൊന്നുമില്ലാത്തത്. സത്യനുണ്ട്, അതേപോലെ തന്നെ പ്രേം നസീറിനൊക്കെ ഉണ്ട്. ആ ഒരു ഗണത്തിലേക്ക് സലീം കുമാർ ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് എൻ്റെ സംശയമാണ്. അപ്പോൾ
അതിനുവേണ്ടി ഈ 1 കോടി വക വെച്ചത് എനിക്ക് അതിനോട് യോജിപ്പില്ല. അപ്പോൾ അത് മറ്റ് KPSC എഴുതിയപോലെ, അതേപോലെ സുകുമാരിയെപ്പോലെ, അതേപോലെ മീനയെപ്പോലെ, ഫിലോമിനയെപ്പോലെ, അങ്ങനെ ഒരുപാട് നടീനടന്മാരുണ്ട്. അവരോടൊക്കെ ചെയ്യുന്ന അനാദരവായിരിക്കും അത്. മാത്രവുമല്ല, സലിം കുമാർ എന്ന വ്യക്തിക്ക് ഇത്തരം ഔപചാരികതകളോടൊന്നും വലിയ താല്പര്യമുള്ളൊരു വ്യക്തിയല്ലായിരുന്നു. അത് ഒരു ആദരവ് ഒരിക്കലും ഒരു അനുഷ്ഠാനമാകരുതെന്ന് അദ്ദേഹത്തിനൊരു നിർബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ക്രിയകൾ എല്ലാം തന്നെ തികച്ചും മതേതരമായിട്ടുള്ളൊരു ചടങ്ങായിരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നടന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അത്തരം വ്യക്തിയോട് ആഡംബരത്തോടും ധൂർത്തിനോടും ഒന്നും വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനോട് കാണിക്കുന്ന ഒരു അനാദരവ് കൂടിയായിരിക്കും ഇത്തരം ധൂർത്ത്. ഈ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും രൂക്ഷമായിരിക്കുമ്പോൾ 1 കോടി ഒരു കെട്ടിടം പണിത് അവസാനം ആ കെട്ടിടം നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം, അല്ലെങ്കിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം അത് ചിലപ്പോൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടന്നു എന്ന് വരാം. പിന്നീട് നമ്മൾ എത്രയോ കാണുന്നു ഓരോ കെട്ടിടങ്ങൾ ഇങ്ങനെ കാട് പിടിച്ച് പട്ടിയും പൂച്ചയിലും വിശ്രമ സ്ഥലമായി മാറുകയും മാറാല പിടിച്ച് കിടക്കുകയും ഒക്കെ കാണുന്നത്. അങ്ങനെ കിടക്കുന്നത് എത്രയാണ് നാം കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അതൊന്നും ആഗ്രഹിക്കാത്തൊരു കലാകാരൻ്റെ പേരിൽ പൊതുഖജനാവിലെ കാശെടുത്ത് ഒരു കെട്ടിടം പണിയുന്നത്, അതും ഇത്രയും നാം എല്ലാം തന്നെ ക്രോണിക്കായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ് നേരിടുന്ന ഈ സമയത്ത് വേണോ എന്നാണ് ചോദ്യം. ബാക്കി എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഈ സൗജന്യ ബസ് യാത്ര അതിനോട് എനിക്ക് അത്യധികമായി യോജിപ്പില്ലാത്തതാണ്. സ്ത്രീകൾക്ക് സൗജന്യമല്ല വേണ്ടത്, ജെൻഡർ ഇക്വിറ്റിയാണ് വേണ്ടത് എന്നാണ് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ. പക്ഷേ സ്ത്രീ എന്ന നിലയിൽ ഞാൻ കടന്നുപോയ ചില വഴികളുണ്ട്. ആ സമയത്ത് ഒന്ന് പുറത്തു പോകണമെങ്കിൽ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജെൻഡർ ഇക്വിറ്റിക്ക് പാകമായിട്ടുള്ള ഒരു സമൂഹമല്ല നമ്മുടേത്. ഇപ്പോഴും ആണധികാരം കൊടികുത്തി വാഴുന്നൊരു സമൂഹം തന്നെയാണ്. അപ്പോൾ ആ സ്ത്രീകൾക്ക് പുറത്തു പോകണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ചിട്ട്, യാത്രാക്കൂലിക്കൊക്കെ ആശ്രയിച്ച് പോകേണ്ട ഒരവസ്ഥയുണ്ട്. ആ സമയത്ത് അവർ എത്ര അടി, പരുഷവാക്കുകളും ശാപവാക്കുകളും അടിയും തൊഴിയും കുത്തുമൊക്കെ കേട്ടാലും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. വെച്ചാൽ ഒരു സുഹൃത്തിനെ കാണാൻ പോകണമെങ്കിൽ കാശ് വേണം എന്നൊരവസ്ഥയുണ്ടായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ജോലിക്കോ അല്ലെങ്കിൽ ഒരു അസംഘടിത മേഖലയിലൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന എണ്ണിച്ചുട്ടപ്പം പോലത്തെ കാശാണ് കിട്ടുക. അതിന്ന് വണ്ടിക്കൂലിയും കൊടുത്ത് പോകണം അവിടേക്ക്, ഒരു മനസ്സിന് ഒരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി, ശാന്തി കിട്ടാൻ വേണ്ടി പോകുന്ന ഇടങ്ങളായിരിക്കും. പക്ഷെ അവിടെ അശാന്തിയെ കിട്ടുള്ളൂ. കാരണം അവിടുത്തെ പൊളിറ്റിക്സ് അത്രയും മോശമാണ്. എന്നാൽ അവിടേക്ക് പോകുന്നത് എന്താ, പോകാനും വരാനും ഒരു ഇടമുണ്ടല്ലോ, അവിടുന്ന് കിട്ടുന്ന കാശ് കൊണ്ട് അതന്നെ ആവാലോ എന്ന് ചിന്തിക്കുന്ന, ഞാൻ കടന്നു പോയ വഴികളാണ് അതൊക്കെ. അപ്പോൾ അത്തരം സ്ത്രീകൾക്ക് ഈ വിദ്യാലയം അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയി ആരെങ്കിലും കാണുകയും അല്ലെങ്കിൽ കുറച്ച് യാത്ര ചെയ്ത് മൈൻഡ് കൂളാക്കാനും ശാന്തമാക്കാനും പ്രക്ഷുബ്ധത കുറയ്ക്കാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് സ്ത്രീകൾ. അപ്പോൾ സ്ത്രീകളെ കുറച്ചും കൂടി എക്വിപ്ഡ് ആക്കുകയാണ് ഈ സൗജന്യ യാത്രകൾ. അതിന് മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബസ്സിൽ കയറിയപ്പോൾ ഞാൻ പൈസ കൊടുക്കാൻ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അത് സൗജന്യ യാത്രയാണ് എന്നുള്ളത്. ഞാൻ പൈസ കൊടുത്തപ്പോൾ കണ്ടക്ടർ ചോദിച്ചു എന്നോട്, ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് എറണാകുളത്തേക്ക് KSRTCയിൽ കയറിയപ്പോൾ കാശ് ചോദിച്ചു. ഞാൻ കാശ് കൊടുക്കാൻ വേണ്ടിയത്. അപ്പോൾ എന്തിനാ കാശ്,
കാശൊന്നും വേണ്ട. അപ്പോൾ എൻ്റെ കയ്യിൽ കാർഡുണ്ട്, KSRTCൻ്റെ കാർഡ് കൊടുത്തപ്പോൾ അത് പറഞ്ഞു ഇന്ദിര കാർഡൊക്കെ കാശൊന്നും വേണ്ടെന്ന്. പിന്നെ ചെറിയൊരു സന്തോഷം തോന്നായികയില്ല. നോക്കിയപ്പോൾ പാവപ്പെട്ട സ്ത്രീകളൊന്നല്ല, ഗസറ്റഡ് റാങ്കിലിരിക്കുന്ന സ്ത്രീകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പാവം കാശ് കൊടുത്ത പുരുഷന്മാർ തൂങ്ങി നിൽക്കുന്നതും കണ്ടു കഷ്ടപ്പെട്ടിട്ട്. അവിടെ സ്ത്രീകൾ ഇത്തിരി മാന്യത കാണിക്കണം. അവർ കാശ് കൊടുത്തതല്ലേ, അവരിരിക്കട്ടെ, നമ്മൾ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ അടക്കമുള്ള സ്ത്രീകൾ എഴുന്നേറ്റ്, ഞാൻ ടയേർഡായിരുന്നു, ഞാൻ അടക്കമുള്ള സ്ത്രീകൾ എഴുന്നേറ്റില്ല, കുറ്റബോധമുണ്ട്. പക്ഷെ അതിൽ ചില മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതായിരുന്നു എന്നുള്ളത് ഉണ്ട്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ അത്തരം തീരുമാനങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ സാധിക്കില്ല. അദ്ദേഹം വാക്ക് പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് ചെയ്യേണ്ടതായി, അതിൽ വന്ന എല്ലാ നഷ്ടങ്ങളും അദ്ദേഹം തന്നെ ഏറ്റെടുത്തേ പറ്റൂ. അവിടെ വരുന്ന നഷ്ടം നമ്മൾ സഹിക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ഫണ്ടും അല്ലെങ്കിൽ ആ നഷ്ടം എങ്ങനെ പരിഹരിക്കാമെന്നൊക്കെ വളരെ വിദഗ്ധർ തല പുകഞ്ഞ് ആലോചിക്കുന്നുണ്ടാവും. തരമില്ല, ആലോചിക്കേണ്ടതാണ്. അതിന് സൊല്യൂഷൻ അവർ തന്നെ കണ്ടെത്തേണ്ടതുമാണ്. പക്ഷേ ഈ 1 കോടി നിസ്സാരമായി തോന്നിയിരിക്കാം. പക്ഷെ 1 കോടിക്ക് 1 കോടി തരാം. എത്ര ആൾക്കാർ വീടില്ല? സലീം കുമാറിനൊക്കെ വീടുണ്ട്, വലിയ വീടുണ്ട്. അപ്പോൾ ഇപ്പം എന്താ സലീം കുമാറിനെ എന്ന ഒരു നല്ല മനുഷ്യനെ തന്തയ്ക്ക് വിളിക്കുകയാണ് ആൾക്കാരൊക്കെ. അദ്ദേഹത്തിൻ്റെ ഈ തന്തയ്ക്ക് വിളിക്കുന്നത് പരിഹരിക്കാനായിട്ട്, അത് അവസാനിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെങ്കിലും ഇടപെട്ടിട്ട് അദ്ദേഹത്തിന് സ്മാരകം വേണ്ട. കാരണം അതിലും വലിയ നടന്മാർക്കും നടിമാർക്കും ഒക്കെ സിനിമയുടെ ചരിത്രത്തിൻ്റെ ഒപ്പം നടന്ന നടന്മാർക്ക് സ്മാരകം പണിയാത്തിടത്ത് സലീം കുമാർ എന്നൊരു വ്യക്തിക്ക് സ്മാരകം പണിയുന്നത് പൊളിറ്റിക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണെന്ന് ജനങ്ങൾ പറയും. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. സലീം കുമാർ എന്ന നടനോടുള്ള ആദരവൊക്കെ എല്ലാ ആദരവോടുകൂടി തന്നെ ഞാൻ പറയുകയാണ്. അദ്ദേഹത്തിനെ ഇകഴ്ത്തുകയും ഒന്നുമല്ല ചെയ്തത്. നന്ദി, നമസ്കാരം.